കോക്കിൻ്റെ സിനിമ റിവ്യൂയെക്കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിലൊരു കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഒരു ഉപമ പറഞ്ഞ് തുടങ്ങാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോവുകയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ്. പോകുന്ന വഴിക്ക് നമ്മൾ രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്, ബിസിനസ് മീറ്റാണെന്ന് കുട്ടിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു ബെക്കാടി പോലുള്ള സാധനങ്ങളൊക്കെ അടിച്ച് അത്രയും കോക്ടെയിലൊക്കെ ചെയ്ത് അത്രയും സ്റ്റാൻഡേർഡായിട്ട് അല്ല ക്യാഷും ഒക്കെ ആയിരിക്കും ടച്ചിങ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പോയിട്ട് ആ വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയാണ് സ്മെല്ലൊക്കെ അടിക്കരുത്, ആൾ വളരെ ഡീസൻ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതുപോലൊരു സ്ഥലത്ത് നമ്മുടെ കൂടെ ഒരു സുഹൃത്ത് വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ കഴിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു സുഖം കിട്ടുന്നു. ഇദ്ദേഹം പറഞ്ഞു, ചേട്ടാ എനിക്ക് നമ്മുടെ ഏതെങ്കിലും തറ ബാറിൽ കൊണ്ടുപോയിട്ട്, ലോക്കൽ ബാറിൽ കൊണ്ടുപോയിട്ട് ഒരു ജവാന് 90 അല്ലെങ്കിൽ ഒരു OC ഒരു 90 വേണം, ഒരു മാങ്ങാച്ചാറും, ഇത്രയും മതി. അയാൾ കഷ്ടമുണ്ട്, എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അവസാനം ആ സുഹൃത്തിനെ കൊണ്ടുവന്നു, ഒരു ലോക്കൽ ബാറിൽ കൊണ്ടുപോയി ഈ പറഞ്ഞ കണക്ക് ഒരു ജവാനോ ഒരു 90 അല്ലെങ്കിൽ ഒരു OP 90 മേടിച്ച് ഒരു മാങ്ങാച്ചാറും കഴിച്ച് കഴിയുമ്പോഴത്തേന് പുള്ളി ഹാപ്പിയായി. ഇതേ അവസ്ഥയാണ് കോക്കിൻ്റെ ഒരു നോർമൽ നിലവാരം. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെയാണ് കോക്ക് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് സമീപിച്ചത്. കോക്ക് 2 ഒക്കെ അടിച്ച് നമ്മുടെ പണ്ടത്തെ കാലത്തിലെ ഗുഹ പോലുള്ള സിനിമാ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലത്ത് പോയി 10ൻ്റെ ടിക്കറ്റൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, ഫ്രണ്ടിൽ പോയിരിക്കും. കോക്ക് ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ കോക്കിനൊന്നും മനസ്സിലാവുന്നില്ല, കുറേ വിഷ്വൽസ്, അതിമനോഹരമായ വിഷ്വൽസ്, കോക്കിനൊന്നും പിടിയിട്ടുന്നില്ല. കോക്ക് തിരിഞ്ഞു നോക്കുന്നു ആൾക്കാരുടെ പ്രതികരണം എന്താണെന്ന് നോക്കിയിട്ട്. കോക്കിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കോക്ക് എന്ന് പറയുമ്പോൾ അടിപൊളി ഡിഷും സൗണ്ടൊക്കെ വേണം. നമ്മുടെ രജനീകാന്ത് സിനിമയിലെ ജയിലറിലൊക്കെ അല്ലെങ്കിൽ ലിയോ വിക്രമൊക്കെ കാണുന്ന കണക്ക് അതേപോലുള്ള തലവരെ അങ്ങനത്തെ മ്യൂസിക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് എൻ്റർടൈൻ ചെയ്യണം. കോക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് വേറെ ലൈറ്റായിട്ടുള്ള സാധനങ്ങളാണ്. ലിജോ ജോസ് പല്ലശ്ശേരി ശരിക്കും ഉദ്ദേശിച്ചത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് മിക്കവാറും എല്ലാ സിനിമയിലും ഇടുന്നത്. അതിന് പകരം ഇയാൾ നാച്ചുറൽ ഇടുന്നു. പകരം സംഭാഷണങ്ങൾ കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട്, അതായത് പുതിയ രീതിയിലുള്ള സംഭവങ്ങളാണ്, ക്ലാസ് സാധനമാണ്. കോക്കിന് ഇതുപോലെ മനസ്സിലാവും. കോക്കിൻ്റെ നിലവാരം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇതാണ് കോക്കിൻ്റെ അവസ്ഥ. കോക്കിന് പടക്കം ഇടിയായിരിക്കണം, ഭയങ്കര സൗണ്ട് വേണം, ഭയങ്കരമായ സൗണ്ട് BGM ഒക്കെ വേണം. പിന്നെ കോക്ക് റിവ്യൂ ഇട്ടിട്ട് കോക്കിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോക്കിനൊരു ചെറിയ ഡൗട്ട് തോന്നി, ഇനി എന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ, ഞാൻ ലോക്കലാണ്, ഞാൻ തറയാണെന്ന് വിചാരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കോക്ക് എന്തോ ചെയ്യും. ചില രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോഴേ അവർക്കൊന്നും അറിയത്തില്ല, പക്ഷേ അവർ പറയത്തില്ലേ 93-ൽ എന്താണ് സംഭവിച്ചത്, 47-ൽ എന്താണ് സംഭവിച്ചത്, നമുക്കെല്ലാം അറിയാമല്ലോ, 63-ൽ എന്താണ് സംഭവിച്ചത്, നമ്മളെല്ലാം അറിഞ്ഞില്ലേ. അപ്പം കേൾക്കുന്ന വിചാരിക്കും, ഇദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ്, ഇദ്ദേഹത്തിന് ഇതൊക്കെ അരിച്ച് കുണിച്ച് ഭയങ്കര പുലിയാണ്. പക്ഷേ ഇദ്ദേഹത്തിനൊന്നും അറിഞ്ഞൂടാ, അദ്ദേഹം ചുമ്മാ വെച്ച് കാച്ചുക. അതുപോലെ കോക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ ഞാൻ ആസ്വദിക്കുന്ന വ്യക്തിയാണ്. ഭരതൻ അതുപോലുള്ള സംവിധായകരെ, അരവിന്ദൻ അതുപോലുള്ള സംവിധായകരുടെ സിനിമകൾ ഞാൻ ആസ്വദിക്കുന്ന വ്യക്തിയാണ് എന്ന് കോക്ക് വെച്ചം കാച്ചും. ഇതാണ് കോക്ക് ശരിക്കും യഥാർത്ഥ കോക്ക്. കാരണം കോക്കിൻ്റേതായ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ടൈപ്പ് പടങ്ങൾ ഓൾറെഡി ചിലപ്പം ഇപ്പം റംബാൻ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അതൊക്കെ കോക്ക് പോയി കണ്ട് ഫ്രണ്ട് സീറ്റിൽ കോക്ക് പോയിരിക്കും 2 വിട്ടിട്ട്. എന്നിട്ട് കോക്ക് എൻ്റർടൈൻ ചെയ്ത് കോക്ക് ഡാൻസൊക്കെ കളിച്ച് കോക്കിൻ്റേതായ റിവ്യൂ ഇടും. അപ്പോൾ ആ ഒരു നിലവാരമാണ്. പക്ഷേ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ജവാൻ അടിക്കുന്നവർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അച്ചാറും ജവാനും അടിച്ചെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓരോ സിറ്റുവേഷനിൽ ഓരോ രീതിയിൽ പോകണം. ഞാൻ ഫസ്റ്റിലെ ഉപമ പറഞ്ഞതുപോലെ ആ സമയത്ത് നമുക്ക് അവിടെ നല്ലൊരു വിശിഷ്ട വ്യക്തിയാണ് കണ്ടത്, അയാൾ ഹൈ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അയാളുടെ രീതിയിൽ നീറ്റായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽ അതുപോലുള്ള സ്റ്റാൻഡേർഡ് കോക്ടെയിൽ പോലുള്ള ബെക്കാടി പോലുള്ള സംഭവങ്ങൾ അടിച്ച് പോകേണ്ടടുത്ത് അപ്പോൾ പോയി ഈ ജവാൻ അടിച്ചിട്ട് മാങ്ങാച്ചാറ് കൂട്ടി കഴിച്ചിട്ട് കാര്യമില്ല. അതാണ് കോക്കിന് ഇവിടെ സംഭവിച്ചത്. കോക്ക് ശരിക്കും ആ നിലവാരത്തിലാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 രീതിയിലും പറ്റും. ഇപ്പം ഈ സിനിമ എനിക്ക് ഈ രീതിയിലുള്ള സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. കോക്കിന് മറ്റേ ഈ ജവാൻ്റെ കാര്യം പറഞ്ഞ പോലുള്ള സിനിമകൾ ആ രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. രണ്ടും നമ്മൾ എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ കോക്കിനെ സംബന്ധിച്ച് ആകെ ഒരൊറ്റ ആസ്വാദന നിലവാരമേ ഉള്ളൂ. അത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി കോക്ക് ഇടയ്ക്കിടയ്ക്ക് ഭരതൻ്റെ കാര്യം ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ക്ലാസിക്കാണ്, ഞാൻ ഭയങ്കര ക്ലാസിക് സിനിമ ആസ്വദിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ആ ഒരു തലമാണെന്നൊക്കെ അറിയിച്ചുകൊണ്ട് കോക്കിൻ്റെ രീതിയിലുള്ള കൂതറ സാധനങ്ങളാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ റിവ്യൂവിനെ കുറിച്ച് കോക്ക് പറഞ്ഞതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.